2026 ഏറ്റവും നിർണായകമായ നയതന്ത്ര നീക്കങ്ങളിലൊന്നായി ഇറാൻ അമേരിക്ക ബന്ധത്തിൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയ്ക്കും കഴിഞ്ഞ മാസങ്ങളിൽ പശ്ചിമേഷ്യയെ ഉലച്ച സൈനിക സംഘർഷങ്ങൾക്കും ഒടുവിൽ തങ്ങളുടെ കർക്കശമായ പല നിലപാടുകളിലും ഇറാൻ അയവ് വരുത്തുന്നതായാണ് സൂചനകൾ. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിൽ വലിയ തർക്ക വിഷയമായ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ടെഹ്റാൻ അറിയിച്ചത് ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടന്നുവരുന്ന ചർച്ചകളിൽ തങ്ങളുടെ 14 പോയിന്റ് നിർദ്ദേശങ്ങൾക്ക് അമേരിക്ക നൽകിയ മറുപടി ഇറാൻ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത ഡിമാൻഡുകൾക്ക് മുൻപിൽ ഇതുവരെ വഴങ്ങാതിരുന്ന ഇറാൻ ഇപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് ഉപരോധങ്ങൾ മൂലം തകർന്ന തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനാണെന്ന് കരുതുന്നു. ഹോർമസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ രഹസ്യ ഇടപാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കടലിടുക്ക് വഴി ചരക്ക് നീക്കം പുനരാരംഭിക്കാൻ ഇറാൻ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് തിങ്കളാഴ്ച മുതൽ പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ അമേരിക്ക സ്വന്തം നിലയിൽ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആണവ വിഷയത്തിൽ ചർച്ചകൾ തുടരാൻ അവർ കാണിക്കുന്ന താല്പര്യത്തെ ട്രംപ് ഭരണകൂടം ഗൗരവത്തോടെയാണ് കാണുന്നത്. ആണവ സമ്പുഷ്ടീകരണം 20 വർഷത്തേക്ക് പരിമിതപ്പെടുത്തണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിന് 5 വർഷം എന്ന മറുപടിയാണ് ഇറാൻ ആദ്യം നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ കാലയളവിൽ ഒരു ധാരണയിലെത്താൻ ഇറാൻ തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപ് ഈ വിഷയത്തിൽ തന്റെ മുൻപത്തെ കടുത്ത നിലപാടുകളിൽ നിന്ന് അല്പം പിന്നോട്ട് പോകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഇറാനിലെ പരമോന്നത നേതാവിന്റെ വിയോഗത്തിന് ശേഷമുള്ള പുതിയ നേതൃത്വം തങ്ങളുടെ ആണവ പദ്ധതിയെ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിച്ച് ഉപരോധങ്ങൾ നീക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം വിദേശത്തേക്ക് അയക്കാനുള്ള നിർദ്ദേശവും ചർച്ചകളിൽ വന്നിട്ടുണ്ട്. റഷ്യയോ ചൈനയോ ഇതിന് മധ്യസ്ഥത വഹിച്ചേക്കാം. അമേരിക്കൻ വിദേശ നയത്തിൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന് പിന്നിൽ ആഭ്യന്തരമായ സമ്മർദ്ദങ്ങളും കാരണമായിട്ടുണ്ട്. കുതിച്ചുയരുന്ന ഇന്ധനവിലയും പശ്ചിമേഷ്യയിലെ നീണ്ടു നിൽക്കുന്ന യുദ്ധവും അമേരിക്കൻ ജനതയ്ക്കിടയിൽ ട്രംപിന്റെ ജനപ്രീതി കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. അതിനാൽ ഇറാനുമായി ഒരു സമാധാന കരാറിൽ എത്തുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ വിജയമായിരിക്കും. രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ചർച്ചകളിൽ മേൽക്കൈ നേടാൻ ഇറാൻ നടത്തുന്ന തന്ത്രമാണെന്ന് കരുതപ്പെടുന്നു. ആണവ ആക്ഷൻ ഉണ്ടാകുമെന്ന് ഒരു വശത്ത് ഭീഷണി മുഴക്കുമ്പോഴും മറുവശത്ത് അമേരിക്കയുമായി കൈകോർക്കാൻ ഇറാൻ ശ്രമിക്കുന്നത് വൈരുദ്ധ്യമായി തോന്നാം. എന്നാൽ ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര ചൂതാട്ടമാണിതെന്നാണ് വിദഗ്ധർ പറയുന്നത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി നൽകുന്ന സൂചനകൾ പ്രകാരം ഈ കരാർ യാഥാർത്ഥ്യമായാൽ ലോക വിപണിയിൽ എണ്ണവില ഗണ്യമായി കുറയും. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാകും. ഇറാനെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസും വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പ്രൊജക്ട് ഫ്രീഡം ഈ ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്നത് നിർണായകമാണ്. അമേരിക്കൻ സൈന്യം ഹോർമുസിൽ ഇടപെടുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായാണ് ഇറാൻ കാണുന്നത്. എങ്കിലും ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഈ രഹസ്യ ഇടപാട് പുറത്തായതോടെ ട്രംപ് ഭരണകൂടം കടുത്ത ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ മുൻപത്തെ ആക്രമണങ്ങൾ അവരെ ചർച്ചാമേശയിലേക്ക് വരാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. എന്നാൽ ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. വൈദ്യുതി ഉൽപാദനത്തിന് ആണവോർജം ആവശ്യമാണെന്ന വാദമാണ് അവർ ഉയർത്തുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസും ജർമ്മനിയും ഈ ചർച്ചകളെ പിന്തുണയ്ക്കുന്നുണ്ട്. കരാർ ലംഘിച്ചാൽ ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരുന്ന സ്നാപ്പ് ബാക്ക് സംവിധാനം ഉപയോഗിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഒരു നയതന്ത്ര പരിഹാരത്തിനാണ് അവർ മുൻഗണന നൽകുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂട്ടിയതും ആണവ ഭീഷണി മുഴക്കിയതും ഇറാന്റെ ഒരു വലിയ നയതന്ത്ര പ്ലാനിന്റെ ഭാഗമായിരുന്നു. അമേരിക്കയെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ അവർക്ക് ഇതിലൂടെ സാധിച്ചു. ട്രംപ് തന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമോ അതോ ഇറാനെ പൂർണ്ണമായും മുട്ടുകുത്തിക്കുമോ എന്നത് ഈ മാസത്തെ ചർച്ചകൾ തീരുമാനിക്കും. ഇറാൻ ജനതയ്ക്കിടയിൽ ഈ നീക്കം വലിയ പ്രതീക്ഷയുണ്ടാക്കിയിട്ടുണ്ട്. തുടർച്ചയായി വൈദ്യുതി തടസ്സവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന അവർക്ക് ഉപരോധങ്ങൾ മാറുന്നത് വലിയ ആശ്വാസമാകും. എന്നാൽ ഭരണകൂടത്തിനുള്ളിലെ തീവ്രവാദ വിഭാഗങ്ങൾ അമേരിക്കയുമായുള്ള ഏതൊരു കരാറിനെയും എതിർക്കുന്നുണ്ട്. ഇത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു പോരാട്ടത്തിന് കാരണമായേക്കാം.
വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളും വാഷിംഗ്ടണിലെ പ്രസ്താവനകളും സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. ട്രംപ് പിന്നോട്ടടിച്ചാൽ അത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കും. എന്നാൽ കരാർ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സമാധാന യുഗത്തിന് അത് തുടക്കമിടും. 2026 മെയ് മാസം ലോക ചരിത്രത്തിൽ ഒരു നിർണായക മാസമായി മാറുകയാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും സൈനിക തയ്യാറെടുപ്പുകൾ മറുവശത്ത് തുടരുന്നു എന്നത് ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക ബന്ധത്തിലെ ഈ മഞ്ഞുരുക്കൽ എത്രത്തോളം ശാശ്വതമായിരിക്കുമെന്നത് കണ്ടറിയണം. ലോകം മുഴുവൻ ഇപ്പോൾ ഈ രഹസ്യ ഇടപാടിന്റെ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഹോർമുസ് തുറക്കപ്പെടുമോ അതോ ആണവ യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമോ എന്നതിന്റെ ഉത്തരമാണ് ഈ ചർച്ചകൾ നൽകുക.